സജീവൻ തൊട്ടടുത്ത നിമിഷം തന്നെ മീനാക്ഷിയെ രക്ഷിക്കാൻ കുളത്തിലേക്ക് എടുത്തു ചാടി. എന്തിനാ എന്നെ രക്ഷിച്ചത്? അയാളെ വിവാഹം ചെയ്യുന്നതിലും ഭേദം മരിക്കുന്നതാ. മീനാക്ഷി, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാം. മീനാക്ഷിയും സജീവനും മീനാക്ഷിയുടെ അച്ഛനെ കണ്ട് സംസാരിക്കാനായി എത്തി. എന്താ താൻ എന്റെ കുട്ടിയുടെ കൂടെ നിൽക്കുന്നത്? താൻ ആ ശങ്കരന്റെ കൂടെ വന്നതല്ലേ? അച്ഛാ, സജീവൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളുടെ വിവാഹം നടത്തി തരുമോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ കുട്ടിയെ. എന്റെ കുട്ടിയെ നല്ലൊരാളെ ഏൽപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പിറ്റേ ദിവസം അവർ തെയ്യൂർക്കാവിൽ ദർശനത്തിനെത്തി. അങ്ങക്ക് സുഖമാണോ? എന്റെ ബന്ധുവുമായി എന്തായി മീനാക്ഷിയുടെ കല്യാണക്കാര്യം? കുറച്ച് പ്രായമുണ്ടെന്നേ ഉള്ളൂ, നല്ല ആളാണ്. ക്ഷമിക്കണം തിരുമേനി, അത് നടക്കില്ല. എന്റെ മകൾക്ക് അനുയോജ്യനായ ആളെ അവൾ തന്നെ കണ്ടുപിടിച്ചു. ഇതാ തിരുമേനി സജീവൻ. എന്റെ മോളെ വിവാഹം ചെയ്യാൻ സജീവൻ തയ്യാറാണ്. നാളെ സജീവനെ കൊണ്ട് നാഗത്തറയിൽ വിളക്ക് തെളിയിക്കുന്ന ചടങ്ങ് നടത്തും. ധൈര്യമായി നടത്തിക്കോളൂ. നാഗത്തറയിൽ വിളക്കോ? എന്താ ആ ചടങ്ങ്? അതെന്റെ കുടുംബത്തിലെ ഒരു ആചാരമാണ്. കുടുംബത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വരുന്നവരെ നാഗത്തറയിൽ വിളക്ക് തെളിയിക്കണം. നാഗദോഷം മാറുവാൻ വേണ്ടിയാ. അടുത്ത ദിവസം സജീവനും ശങ്കരനും നാഗത്തറയിൽ വിളക്ക് തെളിയിക്കാൻ പുറപ്പെട്ടു. സജീവന്റെ ഷർട്ടിൽ സൈക്കിളിൽ വന്ന കുട്ടി അറിയാതെ ചെളി തെറിപ്പിച്ചു. ആകെ നാശമായല്ലോ. ഇനി എങ്ങനെ നാഗത്തറയിൽ പോകും? സജീവൻ, ഈ വിഷമിക്കണ്ട. എന്റെ ഷർട്ട് നീ ഇട്ടോളൂ. എന്നിട്ട് നാഗത്തറയിൽ പോയി വിളക്ക് തെളിയിക്കുക. സജീവൻ തിരികെ വന്നപ്പോൾ ശങ്കരനെ അവിടെയെങ്കും കണ്ടില്ല. അവൻ തിരികെ പോയിട്ടുണ്ടാവും എന്ന സജീവൻ കരുതി. മോനെ സജീവ്. സജീവൻ ഉറക്കമുണർന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടായിരുന്നു.